ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനികളിൽ ഒന്നായ ഫെഡെക്സിന്റെ തലപ്പത്ത് ഇന്നൊരു ഇന്ത്യക്കാരൻ നേതൃത്വം നൽകുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും അത്ഭുതം തോന്നും. അത് സാധ്യമാക്കിയ വ്യക്തിയാണ് രാകേഷ് സുബ്രഹ്മണ്യം. ഒരു സാധാരണ ഇന്ത്യൻ വിദ്യാർത്ഥിയിൽ നിന്ന് ലോകത്തിലെ കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഒരു ആഗോള കമ്പനിയുടെ സിഇഒ ആയി മാറിയ അദ്ദേഹത്തിന്റെ യാത്ര കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും മികച്ച ഉദാഹരണമാണ്. ഇന്ന് നമുക്കറിയാം രാജേഷ് സുബ്രഹ്മണ്യം ആരാണ്, എങ്ങനെയാണ് അദ്ദേഹം ഫെഡെക്സിന്റെ അമരക്കാരനായത്. രാജേഷ് സുബ്രഹ്മണ്യൻ ജനിച്ചത് ഇന്ത്യയിലാണ്. ചെറുപ്പം മുതൽ തന്നെ പഠനത്തിലും സാങ്കേതിക കാര്യങ്ങളിലും വലിയ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം മികച്ച വിദ്യാഭ്യാസം നേടി മുന്നേറി. അദ്ദേഹം ഇന്ത്യയിലെ പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. പിന്നീട് അമേരിക്കയിലേക്ക് പോയ അദ്ദേഹം സിറാക്കസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദവും മാനേജ്മെന്റ് രംഗത്തുയരാൻ സഹായിച്ച MBAയും നേടി. സാങ്കേതിക അറിവും ബിസിനസ് ചിന്തയും ഒരുമിച്ച് വളർത്തിയെടുത്തതാണ് അദ്ദേഹത്തിന്റെ ഭാവി വിജയത്തിന്റെ അടിത്തറ. 1991 രാജേഷ് സുബ്രഹ്മണ്യം ഫെഡെക്സിൽ ചേർന്നു. അന്ന് അദ്ദേഹം ഒരു സാധാരണ ജീവനക്കാരനായി തുടങ്ങിയെങ്കിലും തന്റെ കഴിവും നേതൃത്വ മികവും കൊണ്ട് പതിയെ ഉയർന്നു. ഫെഡെക്സ് ഒരു കൊറിയൻ കമ്പനി മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്കാണ്. ഈ വലിയ സംവിധാനത്തിൽ ഉപഭോക്തൃ സേവനം, മാർക്കറ്റിംഗ്, തന്ത്രപരമായ തീരുമാനങ്ങൾ എന്നിവയിൽ രാജേഷ് വലിയ പങ്ക് വഹിച്ചു. പ്രശ്നങ്ങളെ കാണുമ്പോൾ വെറും ബിസിനസ് കണക്കായി കാണാതെ ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രത്യേകത. ഫെഡെക്സിൽ നിരവധി പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ശേഷം രാജേഷ് സുബ്രഹ്മണ്യം കമ്പനിയുടെ ഉയർന്ന നേതൃത്വ നിലയിലേക്ക് എത്തി. അദ്ദേഹം ഫെഡെക്സിൽ എക്സ്പ്രസിന്റെ ഏഷ്യ, യൂറോപ്പ്, മീഡിയ ഈസ്റ്റ്, ആഫ്രിക്ക മേഖലകളിൽ പ്രധാന ചുമതലകൾ വഹിച്ചു. അന്താരാഷ്ട്ര വിപണികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവ് കമ്പനിക്ക് വലിയ നേട്ടമായി. 2019 അദ്ദേഹം ഫെഡെക്സിന്റെ കോർപ്പറേഷന്റെ പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയി നിയമിതനായി. അതായത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഈ ഭീമൻ കമ്പനിയുടെ മുഴുവൻ നിയന്ത്രണവും ഒരു ഇന്ത്യക്കാരന്റെ കൈകളിലെത്തി. ഇത് ഇന്ത്യൻ പ്രതിഭയുടെ ആഗോള അംഗീകാരമായിരുന്നു. രാജേഷ് സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിന്റെ പ്രധാന സവിശേഷതകൾ: ലോകം ഡിജിറ്റലായി മാറുമ്പോൾ ലോജിസ്റ്റിക് മേഖലയും മാറണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു വലിയ കമ്പനിയെ ഒരാൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും മികച്ച ടീമുകളാണ് വിജയത്തിന്റെ രഹസ്യമെന്നും ടീം വർക്കിനാണ് പ്രാധാന്യമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. വെറും ഇന്നത്തെ ലാഭം മാത്രമല്ല, ഭാവിയിലെ വളർച്ചയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിന്റെ ദീർഘകാല ചിന്തയായിരുന്നു അത്. രാജേഷ് സുബ്രഹ്മണ്യത്തിന്റെ ജീവിതം നമ്മോട് പറയുന്ന വലിയ പാഠം ഇതാണ്: നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നത് പ്രധാനമല്ല. നിങ്ങളുടെ കഴിവും പഠിക്കാനുള്ള മനസ്സും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വേദികളിൽ പോലും എത്താൻ കഴിയും. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് തന്നെ അതിന്റെ തെളിവാണ്. രാജേഷ് സുബ്രഹ്മണ്യം ഒരു സിഇഒ മാത്രമല്ല, ഇന്ത്യൻ പ്രതിഭ ലോകത്തെ നയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു വിജയകഥയാണ്. സാങ്കേതിക അറിവും ബിസിനസ് ബുദ്ധിയും നേതൃത്വ കഴിവും ഒരുമിച്ചാൽ എന്നും സാധ്യമാകുമെന്ന് കാണിച്ച വ്യക്തിത്വം. ഒരു ഇന്ത്യക്കാരൻ കോടികളുടെ ഫെഡെക്സ് സാമ്രാജ്യത്തിന്റെ നായകനായ കഥ ഇതാണ് രാജേഷ് സുബ്രഹ്മണ്യത്തിന്റെ ഫെഡെക്സിന്റെ തലപ്പത്തേക്കെത്തിയ ഇന്ത്യൻ വിജയഗാഥ.